സരിത ഭരിത കേരളം. കോഴി ബന്ദ്. കോഴിക്ക് പിന്നെയും വില കൂടി. എന്തൊരു ഹാലാക്കാറേ. വീണ്ടും വീണ്ടും കായ് കൂട്ടുന്നത് ഇതൊക്കെ ഇവരുടെ തട്ടിപ്പാ. ചിലവർക്ക് കായ് കിട്ടാനുള്ള പരിപാടിയാണ് ഇതൊക്കെ. നമസ്കാരം. ഞങ്ങളെ ആ ടാക്സിന്റെ കാര്യം ഒന്ന് സംസാരിക്കാൻ വന്നതാ. എന്തിന്റെ? നമ്മുടെ കോഴിയുടെ ടാക്സേ. ആ 14% ടാക്സ് കൂട്ടില്ല അതിൻ്റെതാ. ഇതൊക്കെ മീറ്റിംഗിൽ പറഞ്ഞാ പോരണോ? മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെ, ഇടക്കൊക്കെ ഈ 2 കാലില് നടക്കണോ? എപ്പോഴും ഈ 4 കാലിൽ നടന്നാലേ തുടങ്ങണോന്ന് അറിയൂല. ഈ കോഴിധനം കൊടുക്കണ ഏർപ്പാട് നിർത്തണമെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതെന്താ ഈ കോഴിധനം? ഈ പെൺകുട്ടികളെ പറഞ്ഞയക്കുമ്പോ കൊടുക്കണത് എന്താ? അത് സ്ത്രീധനമാണ്. അപ്പൊ അങ്ങനെ കോഴികളെ പറഞ്ഞയക്കുമ്പോ കൊടുക്കണതാണ് കോഴിധനം. രണ്ടും കൊടുക്കണോന്ന് ഗുണമൊന്നുമില്ല. എന്താ ഇരിക്കുന്നത്? ഈ മഹാലക്ഷ്മി ഇരിക്കുന്നത് ആഹാര സാധനങ്ങളിലാണെന്നാണല്ലോ ചൊല്ലി. അതിനാണെങ്കി ഇപ്പൊ തീ പിടിച്ച വില. ഒന്ന് തൊഴുതിട്ടതിനകത്താണ് ഇതിനൊക്കെ കാരണം. പിന്നെ കോഴിക്കറിയിലല്ലേ മഹാലക്ഷ്മി ഇരിക്കണത്? കോഴിക്കറി അവിടെ ഇരിക്കണം, പിന്നെ അതവിടെ ഇരുന്നോളും. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പോകില്ല, ഇവിടെ തന്നെ കഴിയില്ല. എന്റെ സാഹിബേ, നമ്മുടെ ടാക്സിന്റെ വിഷയം ശരിയാക്കാൻ ഒരു വഴിയുണ്ട്. എന്തോ? നമ്മുടെ ധനകാര്യമന്ത്രിയില്ലേ, അവരൊന്നും പിടിച്ചാ മതി. മന്ത്രിനെ പിടിക്ക്. വെറുതെ നടാത്ത കോഴിക്ക് ചൊറി പിടിച്ചത്. മന്ത്രി മണ്ടോരീനെ ഞാൻ പോയി കയറി പിടിക്കണമെന്ന്. ഇജ്ജ് പോയി കയറി പിടിക്കടാ. ഉമ്മാനും പെങ്ങളും തിരിച്ചറിയാത്ത നമുക്ക്. എന്റെ സായിപ്പ ഒന്ന് തെറിവിളി നിർത്ത്. ഇയാൾ ഉദ്ദേശിച്ചേ മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങളാണ് ബോധിപ്പിക്കാനാ. അതിന് ഇനി മിനിസ്ട്രിയിൽ ചെന്ന് സെക്രട്ടറിനൊക്കെ കാണണ്ടേ? ആരപ്പ അതിന് പോണ്? എന്നാലും സോറി പറഞ്ഞില്ല എന്നോട്. എന്നോട് സോറി പറയണില്ല. ഇതിലും വലിയ ചട്ടത്തിന് ഇഞ്ചും പറയും. അതിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് എന്നോട് പറഞ്ഞാൽ വിചാരിച്ചാ മതി. സാറ് സെക്രട്ടറിയെ കാണണ്ട, മന്ത്രിയെ കണ്ടാ മതി. അതെന്താ? സെക്രട്ടറിയെ കണ്ടൊരു കാര്യമില്ലാന്ന്. മന്ത്രിയെ പരിചയമുള്ള ആള് എന്തെങ്കിലും ഉണ്ട്? ആര്? എന്റെ വകയിലെ അമ്മായിയുടെ മകന്റെ കടയില് ലൈസൻസ് ശരിയായി കൊടുത്ത പുള്ളിയാ. നിങ്ങളുടെ മകളെ ഓനങ്ങോട് കെട്ടിച്ചോളൂ. നടക്കണ കാര്യം വല്ലുണ്ട് ഈ പറയിന്റെ. നടക്കും സാഹിബ്, നടക്കും. നിങ്ങൾ ആ മന്ത്രിയുടെ ഏജന്റിനെ ഒന്ന് പോയി അങ്ങനെ കണ്ടു നോക്ക്. നടക്കുവോ? നടക്കുന്നേ, പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളതല്ലേ. ഒന്ന് പോയി കാണാലേ? കണ്ടുകളാ. കൈനഗരി പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ എത്രയോ നാളായിട്ട് കുടിവെള്ളം എന്നും പറഞ്ഞ അധികാര സ്ഥാപനത്തിൽ കയറി ഇറങ്ങാ ഈ കോളനിക്കാര്. അവസാനം രക്ഷിക്കാൻ ആര് വരേണ്ടി വന്നു? നീ വരേണ്ടി വന്നു. ഞാനല്ല, രാജേന്ദ്രൻ. ഏത് രാജേന്ദ്രൻ? ഏതോ ഒരു രാജേന്ദ്രന് കാര്യങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ പിന്നെ നീ എന്തിനാണ് മന്ത്രിയായിട്ടിരിക്കുന്നത്? കണ്ട രാജേന്ദ്രന്മാരോട് മുഴുവൻ സംസാരിച്ച് നടക്കാൻ നീ പഴയ മണ്ടുവല്ല, നീ മന്ത്രിയാണ്. ഏട്ടന് ഏത് രാജേന്ദ്രന്റെ കാര്യം പറയണേ? നീ ഏത് രാജേന്ദ്രന്റെ കാര്യമാണ് പറയണത്? സീരിയലില് ഈ ഏജന്റ് അല്ലേ? ഞാനാണ് ഏജന്റ്. ഞാനാണ് ഈ കോഴി ട്രേഡർ കോയ. വിവരങ്ങളെല്ലാം ട്രേഡ് യൂണിയൻ മെമ്പർ വിളിച്ച് പറഞ്ഞിരുന്നു. മന്ത്രിയെ കാണണോ അല്ലേ? കാണണം എന്നാണ് മോഹം. മോഹിച്ചാൽ മാത്രം പോരാ, നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം ഉണ്ടായിരിക്കണം. പരിശ്രമം, ഞാൻ നല്ല പരിശ്രമിയാണ്. 10 മുട്ടയും 5 കോയും കൊണ്ട് തുടങ്ങിയ കച്ചവടമാണ്. പൊന്നു ചേട്ടാ, പുരാണം കേൾക്കാൻ സമയമില്ല. കാര്യം തുറന്നു പറയാം. മന്ത്രിയെ കാണണമെങ്കിൽ കുറച്ച് പൈസയുടെ ചെലവുണ്ട്. വിളിച്ചാ കാര്യം നടക്കും. പക്ഷേ അതിപ്പോ ഇന്നെ കൊണ്ട് പരിശ്രമിച്ചാ നടക്കണ കായുടെ കാര്യാച്ചാ അത് നമ്മൾ ചെയ്യൂല്ല. അത് മതി ചേട്ടാ. ഒരു കാര്യം ചെയ്യും, നിക്ക്, ഞാൻ മന്ത്രിയെ വിളിക്കും. അല്ല, ഈ മന്ത്രിനെ വിളിക്കാൻ ഞാൻ തന്നെ നിൽക്കുന്നത്? അങ്ങനെയല്ല ചേട്ടാ, മന്ത്രിയെ വിളിക്കട്ടെ. ആയിക്കോട്ടെ. എവിടാ നാട്? എവിടാ? ഞാൻ മലപ്പുറം. മലപ്പുറത്ത്? മലപ്പുറത്ത് മറ്റേ എടപ്പാളെന്ന് കേട്ടിട്ടുണ്ടോ? എടപ്പാളായിട്ട് വരും. അല്ല, ഈ മൊബൈലില് ഉള്ളപ്പോ എന്തിനാ പിന്നെ ഇതിൽ വിളിക്കണം? എന്തൊക്കെയുണ്ട് മണ്ഡലത്തിലെ വിശേഷങ്ങള്? നല്ല വിശേഷം. ഒരാള് വടിയാവാറായിട്ട് കിടപ്പുണ്ട്. അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാമെന്നാണ് റിപ്പോർട്ട്. അയ്യോ, അടുത്ത ആഴ്ച പറ്റില്ല. ഞങ്ങൾക്ക് 2 കല്യാണം, ഒരു മരിപ്പ്, പിന്നെ അസംബ്ലി. എന്നാ കുറച്ച് നേരത്തെ ആക്കാൻ പറ്റുമെന്ന് ഞാൻ അയാളുടെ മകനോടൊന്ന് വിളിച്ച് ചോദിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യ്. കുറയ്ക്കത്. തനിക്ക് ഞാനൊരു വേറൊന്നുണ്ട് വിശേഷം? സാറേ,
മന്ത്രി മാഡത്തെ കണ്ടിട്ട് നിവേദനം കൊടുക്കാൻ ഒരാൾ ഇവിടെ വന്നിരിപ്പുണ്ട്. ആരാടോ? ഓൾ കേരള കോഴി ട്രേഡേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കോയ. ഓ, 14% സെയിൽസ് ടാക്സ്. അത് കുറയ്ക്കണമെന്നോ മാറ്റണമെന്നോ ഒക്കെ പറയാൻ വേണ്ടിയാ. ഓ, അതൊന്നും നടപ്പുള്ള കാര്യമല്ലടോ. അതിനൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട്. എന്നാ പിന്നെ പറഞ്ഞു വിട്ടേക്കട്ടെ. നിക്ക് പറഞ്ഞു വിടാൻ വരട്ടെ. നമ്മുടെ കാര്യം വല്ല നടക്കുമെന്ന് നോക്ക്. അപ്പൊ എന്ന് വരാൻ പറയണം സാറേ? 2 ആഴ്ച കഴിയട്ടെ. മന്ത്രിക്ക് ഒരല്പം തിരക്കുള്ള സമയ. ചെലവിന്റെ കാര്യം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്യാന്ന് പറഞ്ഞു. എന്നാ ശരി, ഓക്കെ. ശരി. കാശല്ലേ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, മന്ത്രി കാണാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയാലാ? എന്തേ? കാണാൻ പോകുന്ന മന്ത്രിയാണ്, അല്ലെ പോസ്റ്റിനെ വാഴത്തയ്യൊന്നും അല്ല കാണാൻ പോണത്. കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഓ ആയിക്കോട്ടെ, എന്നാ കാത്തിരിക്കാം. അപ്പൊ എന്നാ ഒരു 2 ആഴ്ച കാത്തിരുന്നോ, പിന്നെ കുറച്ച് പൈസ ചെലവുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഞാൻ എന്റെ കോഴി ഫാമിലെ കോഴിക്കാട്ടം വിറ്റാ കിട്ടൂക്ക് കാശ്. അത് നമുക്ക് ചെയ്യാം. എല്ലാ കാര്യം നടന്ന്. ആയിക്കോട്ടെ. എന്റെ മണ്ടു, നീ ആ കുന്തൊന്ന് നിർത്തിയിട്ട് വല്ല വാർത്താധിഷ്ഠിത ചാനലും വെക്ക്. ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും വിവരം നിന്റെ തലക്കകത്ത് കയറട്ടെ. ഏട്ടൻ കാണുന്നുണ്ടല്ലോ, കണ്ടിട്ടേ എനിക്ക് പറഞ്ഞു തന്നാ മതി. പിന്നെ അടുത്തവണ അസംബ്ലി പോകുമ്പോഴേ ഈ സീരിയലിൽ കാഞ്ചിമൂർത്തി ഈ സാരി ഉണ്ടാ അതേ ബോർഡർ ആയിട്ട് എനിക്ക് അതേ കളർ സാരി തന്നെ വേണം. അങ്ങനെയല്ല കാഞ്ചന, പറഞ്ഞിട്ടുള്ളൂ. കാഞ്ചമി മതി കണ്ടോ? നീ വാ അങ്ങോട്ട്, എന്തായാലും പഠിപ്പിച്ചു തരാം. വാ. അത് പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ മന്ത്രി ഫ്രീ ആവും. 2 ആഴ്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആഴ്ച 10 ആയി. അല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാണ് കേട്ടാ. ഇത് നടക്കൂ? അതെന്താണ് കേട്ടോ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ? വിശ്വാസം ഇല്ലാണ്ട് തന്നെ, അല്ലാണ്ട് എന്താ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ മന്ത്രി വിളിച്ചു തരാം, നേരിട്ട് സംസാരിച്ചു. ആയിക്കോട്ടെ, വിളിക്ക്. നമ്മൾ പറയുമ്പോഴേ വിശ്വാസമില്ല. അല്ല, അപ്പൊ നടക്കണ്ടേ? അതല്ലേ കൊറേ ആൾക്കാര്, പാവപ്പെട്ട കൊറേ ആൾക്കാരുടെ ജീവിതമാണ്. അതാണ് ഈ പറഞ്ഞത്. അല്ല, അപ്പൊ നേരിട്ട് സംസാരിച്ചു. ആയിക്കോട്ടെ, നിങ്ങൾ വിളിക്കുന്നേ. അപ്പൊ എന്താ, മന്ത്രി മനുഷ്യന്മാരല്ല, അല്ലാണ്ട് വേറെ ആരുമല്ലല്ലോ. എന്താ ലോലിത? സാറേ, നമ്മുടെ മറ്റേ കോഴി ഫെഡറേഷന്റെ മറ്റേ കോയ, പുള്ളിക്ക് ഒന്ന് സംസാരിക്കണം. കൊടുക്ക് ഓരോ പൊല്ലാപ്പുകള്. നമസ്കാരം. എന്താ കോയ? സാറേ, ഞാനേ ഈ ഓൾ കേരള കോഴി ട്രേഡ് യൂണിയൻ അസോസിയേഷന്റെ പ്രസിഡന്റാണ് കോയ. അല്ല, മന്ത്രിയല്ലേ? അയ്യോ, മന്ത്രിയല്ല, മന്ത്രിയുടെ ഹസ്ബൻഡാണ്. അല്ല, മന്ത്രി ഉണ്ടോ? മന്ത്രി ഒരു അല്പം തിരക്കിലാണ്. അടുത്ത മാസം അസംബ്ലി മീറ്റിംഗ് വരുന്നതല്ലേ? അത് പ്രമാണിച്ച് മൊത്തത്തിലൊരു ക്ലീനിങ് സിറ്റി മൊത്തം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, അടുത്ത ദിവസം തന്നെ മന്ത്രിമന്ദിരത്തിലേക്ക് വാ. ഞാനുണ്ടാവും. അപ്പൊ ഓക്കെ സാർ, എന്നാ തിരക്കൊക്കെ കഴിയട്ടെ, എന്നിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. അതെ, നിന്റെ ഈ വക ക്ലീനിങ്ങിനുള്ള പൈസ എല്ലാം സർക്കാർ ചെലവിൽ എഴുതിക്കൊള്ളണം. തരാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. നിങ്ങളുടെ വർത്താനം കേട്ടാ തോന്നും നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുവന്നേന്ന്. അല്ല, താനെന്താ ഇവിടെ ഇരിക്കുന്നത്? അമ്മ അകത്തോട്ട് പോയിട്ടു. നമ്മളൊരു കാര്യം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. ഇയാള് ഞാൻ വിചാരിച്ച പോലല്ല, പുലിയാണ് ഈ പുലി. കരിമ്പുലി. അതെ, മൻമഥൻ സാറേ. ശല്യം ചെയ്യരുതേ, ഒന്ന് മാറിയുന്നേ. അതല്ല സാറേ. എന്തെന്ന് നിങ്ങളെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? അങ്ങനെ ചോദിക്കാതെയും പറയാതെയും കയറി വരാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല ഇത്. സെക്യൂരിറ്റി ഇവരെ പിടിച്ച് പുറത്താക്കിയേ. ആരാടി പണ്ടേ സെക്യൂരിറ്റി? കേരള പോലീസിനെ കയറി സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നു. അതിന് അറിവും ബോധമുണ്ടെങ്കിലല്ലേ? മന്ത്രിയുടെ ഏതോ അകത്തെ പരിചയക്കാരാണ്, ബന്ധുക്കാരാണെന്നും പറഞ്ഞ് കണ്ട ഹോട്ടൽ പണിക്കാരൊക്കെ കൊണ്ടുവന്ന് കുക്കാക്കിയാൽ ഇത് നടക്കും, അതിന്റെ അപ്പുറം നടക്കും. ആരാടാ ഹോട്ടൽ പണിക്ക് പോയത്? അങ്ങനെ ഹോട്ടൽ പണിക്ക് പോയതൊന്നും അല്ല ഞാനും ഇവിടുത്തെ മന്ത്രിയും തമ്മിലേ എന്താ ബന്ധമെന്ന് തനിക്ക് അറിയോ? എന്ത് ബന്ധം? ഇവിടുത്തെ മണ്ടോദരി ചേച്ചിയെ എന്റെ സ്വന്തം ചേച്ചിയുടെ കൂടെ ഒരേ ക്ലാസ്സിൽ 4 വർഷം തോറ്റു പഠിച്ചതാ. തോറ്റു പഠിച്ചതിന്റെ ബന്ധാണ് ജോലി കിട്ടിയത്. ആ ബന്ധമൊന്നും അല്ല. അന്നേ ഞങ്ങളുടെ വീട്ടിൽ വെച്ച ചോറും കറിയും തിന്ന ഈ ചേച്ചി വളർന്നത്. ആ ചോറിന്റെയും കറിയുടെയും രുചി കൊണ്ടാ ചേച്ചി ഇപ്പോഴെന്നെ ഇവിടുത്തെ സ്വന്തം കുക്കായിട്ട് നിയമിച്ചിരിക്കുന്നത്. അതിനിവിടെ കുറെ അവന്മാർക്ക് കണ്ണുകടി ഉണ്ടെന്നൊക്കെ എനിക്ക് അറിയാം. എങ്ങനെ കണ്ണുകടി ഉണ്ടാവാതിരിക്കും സുഗന്ധൻ സാറേ?
എന്റെ സ്വന്തം മരുമകന്റെ ഭാര്യയുടെ ആങ്ങളയുടെ കുഞ്ഞമ്മയുടെ മോന്റെ ഭാര്യയുടെ അളിയന്റെ അനിയത്തിയെ ഇവിടെ ഈ ജോലിക്ക് നിർത്താന്ന് പറഞ്ഞപ്പോ മന്ത്രി കേട്ടില്ല. അതിന്റെ ഇതാണ് ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. അതാണ്ട് ഇവിടത്തെ ഖജനാവ് കട്ടുമുടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അയ്യ, ഇത് കട്ടുമുടിപ്പിച്ചൊന്നുമല്ല, ഇത് വെയിലത്ത് ഉണക്കാൻ കൊണ്ടുപോവാ. സ്വന്തം വീട്ടിലായിരിക്കും. അല്ല എങ്ങനെയുള്ള അതെ അല്ല സാറന്മാരെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഇപ്പൊ നമുക്ക് ഏകദേശം പിടുത്തം കിട്ടി. എന്റെ പേര് കോയ. ഞാൻ ഈ കോഴിയുടെ ചില പരിപാടികളൊക്കെ ആയിട്ട് പോണ ഒരാളാണ്. ഞാൻ ഏജന്റ് ലോലിതൻ. സാറ് പറഞ്ഞിരുന്നു. അതെ, എല്ലാം കൊണ്ടുപോയി അലക്കി ഉണക്കി ഇസ്തിരി ഇട്ട് വെക്ക് പോ. ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, ചുമ്മാതാ. ഹലോ, നിങ്ങള് സെക്യൂരിറ്റി അല്ല അല്ലേ? എന്താ പേര്? എന്റെ കാര്യം അപ്പോ കോയ സാഹിബിന് സെയിൽ ടാക്സ് കുറയ്ക്കണം. അല്ല, ഒരു നിവേദനം അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ മന്ത്രിയാ തീരുമാനിക്കുന്നേ. പിന്നെ ലോലിതൻ ഇടപെട്ട കേസായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടേ വരൂ. ഈ സെയിൽ ടാക്സ് കുറച്ചാല് ടാക്സ് അതെ, ഇപ്പൊ ഈ പറഞ്ഞ സാധനം കുറച്ചാല് കോഴിക്ക് കുറച്ചും കൂടി വില കുറയൂലോ. ഈ കോഴിയുടെ വില കുറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവൂലേ? അല്ല, എന്നാലും സാധാരണക്കാർക്ക് വില കുറഞ്ഞു കിട്ടുമല്ലോ സാറേ. അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി കോഴി കച്ചവടം നടത്തുന്ന ഒരു സാധാരണക്കാരനാണ് ഇദ്ദേഹം അല്ലേ? സാധാരണക്കാരൻ. ലോലിത, സാധാരണക്കാരന് ഇവിടുത്തെ രീതികളൊക്കെ അറിയാലോ അല്ലേ? അതെ മന്മഥൻ സാറേ, ഇതിന്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കിക്കേ. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. വേറെ ഒന്നും തോന്നരുത്, ഇവിടെ എരിവും പുളിയും ഒക്കെ കറക്റ്റ് അറിയാവുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും കൊണ്ട് എരിവ് നോക്കിയാ അവരങ്ങോട്ട് ആദ്യം പോയിക്കോളൂല്ലോ. എരിവുണ്ടാ? എന്തേ ചങ്കില് തറഞ്ഞാ? ചേട്ടായി ഇത്തിരി ചോറുള്ള അങ്ങനെ ഇല്ല, ചോറുള്ള എണീറ്റ് ചാടി ചെറുതായിട്ടൊന്ന് തൊണ്ട കയറി സംസാരിച്ചു. കുഴപ്പമില്ല, എല്ലാം പാകത്തിനുണ്ട്. ധൈര്യമായിട്ട്. അല്ലാ, ഒരു ഉപ്പ് നോക്കിയതാ ഈ ജാതി. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ലാട്ടാ. അല്ല, ഈ കോഴിക്കറിയില് മഹാലക്ഷ്മി ഇരിക്കുന്നുണ്ട് എന്നുള്ളതേ ഇപ്പൊ മനസ്സിലായി. ഉണ്ട്. എടോ, ഈ ഇന്ത്യയില് 100% ലാഭം കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ കോഴി. അത് നമ്മക്കറിയാലോ, നമ്മക്ക് അതിന്റെ കച്ചവടം തന്നെയല്ലേ. അപ്പൊ കൊള്ള ലാഭമാണ്. കൊള്ള ലാഭമുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് കോയ വന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. എന്താ പറയും? ഇന്ന് മാഡം ഇത്തിരി തിരക്കിലാണ്. മേടമാസമായ കാരണത്തിൽ തിരക്കാണ്. അതല്ലെന്ന മാഡം എന്നും തിരക്കാണ്. നിങ്ങൾ പോയിട്ട് നാളെ വാ. പിന്നെ ലോലിത, ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ അറിയാലോ. ചെലവ് കുറച്ച് കൂടുതലാ. ആയിക്കോട്ടെ. ഞാൻ മാത്രമല്ല, കണ്ടല്ലോ. ഇപ്പൊ നമ്മള് എല്ലാവർക്കും കൊടുക്കാം. നമ്മളൊരു സഹോദരനായിട്ട് കണ്ട് കാര്യങ്ങൾ ചെയ്യണോ? അത് പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ. എന്റെ കോയക്ക് ധൈര്യമായിട്ട് പോയിട്ട് വാ. ആയിക്കോട്ടെ. സാധാരണ ഏതൊക്കെയാണ് കുക്ക് ചെയ്യാറുള്ളത്? ഞാൻ നന്നായിട്ട് ചിക്കൻ കറി വെക്കും. ചിക്കൻ കറി? പിന്നെ എന്റെ ചിക്കൻ കറി അല്ലേ ഇവിടെ ഫേമസ്. അതല്ലേ, സാറിന് ഭയങ്കര ഇഷ്ടമാണ്. സാറിന് ഇഷ്ടമാണ്. കരിമീൻ പൊരിക്കും, നല്ല സൂപ്പറായിട്ട് പൊരിക്കും. കറിയും വെക്കും, നല്ല കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കറി വെക്കും. തമിഴ് പറയൂ? അയ്യോ, തമിഴ് എനിക്ക് അറിയില്ല. എന്താ കാര്യം? അയ്യോ, എന്തു പറ്റി? തമിഴ്നാട്ടില് ജയലളിതയുടെ വീട്ടിൽ ഒരു കുക്കിന് ആവശ്യം വേണോന്ന് പറഞ്ഞ് പിയെ വിളിച്ചിരുന്നു. ജയലളിതയുടെ വീട്ടിലോ? ഇവിടത്തെ പോലെ ഒന്നല്ല, നല്ല ശമ്പളം. എന്താ പരിപാടി കാണിക്കണേ? അപ്പൊ ജീവുണ്ട് അല്ലേ? അതെ, രണ്ടാൾക്കാർ നിന്ന് സംസാരിക്കുമ്പോ ശല്യം ചെയ്യരുതെന്ന് എന്റെ ഒരു ഉപ്പുപ്പ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും സംസാരിക്കുമ്പോ ഇക്കിളിയിടാൻ നിങ്ങളുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ടോ? അതെ, ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാന്ന് പറഞ്ഞ ദിവസം കുറവായി ഞാൻ ഇവിടെ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. ഇതേണ്ട, ഇവിടുത്തെ തേങ്ങ ചരണ്ടി തയമ്പായി. ഇവിടുത്തെ ചെലവ് നടത്തി ഇപ്പൊ എന്റെ വീട്ടിലേക്ക് നടന്നു പോകേണ്ട ഗതിക്ക്. നിങ്ങളുടെ കാര്യം നടക്കണമെങ്കിൽ ഇവിടുത്തെ തെങ്ങിൽ വരെ കയറേണ്ടി വരും. എന്താ തെങ്ങിന്റെ മോണ്ടാ മന്ത്രി ഇരിക്കണത്? കാര്യം നടക്കണ്ടേ? അതുകൊണ്ടാണ് ശ്രമിക്കണത്. ആഹാ, മാഡം വന്നിട്ടുണ്ട്. രണ്ടുപേരെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, മേടം ഇടവും മിഥുനവും കർക്കിടകവും ഒന്ന് ചെല്ലലോ. ആദ്യം ഈ കാര്യം നടക്കട്ടെ, എന്നിട്ടാവാത്. ഇത് മതിയോ? ഇത് വേണ്ട, ഇത് മതി. ഇത് കൊള്ളില്ല. എന്റെ മനസ്സിലുള്ള പ്ലാൻ ഇതാണെന്ന്. വരണം. ഇത് കോയ. നമസ്കാരം കോയ സാർ. നമസ്കാരം. ഇരിക്കൂ.
സാറിന്റെ പ്രശ്നമൊക്കെ ഞാൻ നന്നായി പഠിച്ചു, അതെ. പക്ഷേ ഒരു നിവൃത്തിയില്ല. അല്ല, എന്താ മാഡം ഈ രാവിലെ മുതൽ ഇപ്പൊ ശരിയാവും എന്നാണല്ലോ ഇവരൊക്കെ പറഞ്ഞാൽ. അല്ല അതിപ്പോ അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. അതെന്താ? നിങ്ങൾ ഈ ട്രേഡേഴ്സ് യൂണിയന്റെ ആളല്ലേ? ആ അപ്പോ നിങ്ങൾക്ക് മുകളിലുള്ള ആളുകൾ അർഹതപ്പെട്ട നികുതി അടയ്ക്കാൻ സന്നദ്ധരാണ്. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം, മന്ത്രി നിങ്ങളുടെ നിവേദനം സ്വീകരിച്ചു എന്ന് വന്നാൽ ഈ പറയുന്ന ആളുകൾ തന്നെ നാളെ പറയും മന്ത്രി കൈക്കൂലി വാങ്ങിയെന്ന്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒന്നും മേടിച്ചിട്ടില്ല. താൻ ആരോടാ സംസാരിക്കണേന്ന് അറിയാമോ? മന്ത്രിയാണ് മന്ത്രി. മന്ത്രിയാ പറഞ്ഞ ഞങ്ങള് കാര്യമൊക്കെ മേടിച്ചു വെച്ചിട്ട് പിന്നെ എന്ത് വന്ന്? അതെ സുഹൃത്തെ, മന്ത്രി തന്നോട് കൈക്കൂലി ചോദിച്ചോ? ഇല്ല, പക്ഷെ ഇവിടുത്തെ സ്റ്റാഫുകളും പിന്നെ ഏജന്റും കുറെ ചെലവുണ്ട് എന്ന് പറഞ്ഞ എന്റെ കയ്യിന്ന് കാര്യം കുറെ മേടിച്ചല്ലോ. നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ നിങ്ങൾ കൈക്കൂലി വാരിക്കോരി കൊടുത്തതിന് മന്ത്രി എന്ത് ചെയ്യാനാണ്? മന്ത്രി നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തുക, അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണം? നിങ്ങള് കോയ, ഞാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും. അതെ. അല്ല, നിങ്ങളിപ്പോ എത്ര ആളുണ്ട്? മിസ്റ്റർ കോയ, ഐ ഡിഡ് ഓൾ ദ എവറിത്തിങ്. I not did but what I did nothing. അയ്യോ, എന്താണ്? അതായത് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മന്ത്രി ചെയ്തു കഴിഞ്ഞു. ഇനി ഈ ഒരു കാര്യത്തിൽ മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെ. അത് ഇപ്പൊ അത് എന്താണ് കയ്യിലെ അഭിപ്രായം പറയണത്? കയ്യിലെ കായ് വാങ്ങിട്ട് അത് പറഞ്ഞു കൊടുക്കത്. ഞാനിപ്പോ എന്ത് പറയാ? കായ് വാങ്ങിയുള്ള കാര്യം സത്യല്ലേ? ഡിഡും മാട്ടായാലും കയ്യിലെ കായൊക്കെ വാങ്ങിയില്ലേ? ഇല്ല, ഇത് ഭയങ്കര പ്രശ്നത്തിലായി സംഭവം. മിസ്റ്റർ കോയ, നിങ്ങൾക്കിപ്പോ ഇതുവരെ എത്ര രൂപ ചെലവായി? എന്റെ സാറേ, സാമാന്യം ഭേദപ്പെട്ട ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ശരി. ഇവിടുത്തെ ചെലവ് നോക്കി ഇതാ 10-15 ദിവസമായിട്ട് പിന്നെ ഇന്ത്യയിൽ ആകെ 50 ഉറുപ്പ്യ. 50 രൂപയുണ്ടോ? അതുണ്ടല്ലോ, പിന്നെന്താ? പിന്നെന്താണോ എന്റെ സാറേ, ഇതാ ഈ ലോലിത് എന്ന് പറയുന്ന ഏജന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കോയിനെ മുഴുവൻ വിപ്പിച്ച് ഇപ്പൊ ആകെ തെണ്ടി തിരിഞ്ഞ് നടക്കാണ് ഞാൻ. ആദ്യം ഭസ്മറിയില്ല ഞങ്ങൾക്ക്. സോറി. എന്റെ കാര്യം നടക്കാതെ തിരിക്ക് എന്റെ കാര്യം ഇങ്ങോട്ട് കിട്ടണം. അയ്യോ ഏട്ടാ, പാവം. ഈ 50 രൂപ കൊണ്ട് ഇയാൾ എന്ത് ചെയ്യല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒന്നുകിൽ ഇയാളുടെ പൈസ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള മാർഗം എന്താണെന്നാൽ അത് കണ്ടത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഈ തിന്നത്? എന്നൊരു കാര്യം ചെയ്യാം, അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ മുട്ടയുണ്ടോ? മുട്ട. എന്ത് മുട്ട? ഈ കച്ചവടത്തിനുള്ള കോഴിമുട്ട കോഴിമുട്ടയുണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അതറിയും. എന്റെ കച്ചവടം നടത്തി ഇന്ന കുറെ പൊട്ടിച്ചതാണല്ലോ, അറിയും. ശരി, എന്നാൽ ഈ 50 രൂപ കൊടുത്ത് ഒരു കോഴിയെ വാങ്ങിക്കാം. എന്നിട്ട് കുറച്ച് മുട്ടയും കൂടെ വാങ്ങിച്ചിട്ട് ഈ കോഴിക്ക് അട വയ്ക്കാം. അത് കുറച്ച് ദിവസം കഴിയുമ്പോ വിരിയും. അപ്പൊ കുട്ടി വരും. കുട്ടിയോ? കോഴിക്കുട്ടി, കോഴിക്കുഞ്ഞ്. എന്നിട്ട് അത് കൊട്ടയിലാക്കി ചുമന്ന് നടന്ന് കോഴി വേണോ കോഴി എന്ന് പറഞ്ഞ് നടന്നാ മതി. അപ്പൊ ആദ്യം മുതൽ ഇനി ഞാൻ ഒന്നും കൂടി കച്ചവടം ചെയ്ത് വരണം. അതെ, അങ്ങനെ കച്ചവടം ചെയ്ത് വരുമ്പോ പച്ച പിടിച്ച് വരുമ്പോ അപ്പൊ നമുക്ക് ആലോചിക്കാം ടാക്സ് കുറയ്ക്കണോ അതോ വേണ്ടയോ. ഭയങ്കര ഐഡിയ. അതെ. അപ്പൊ എന്തായാലും ജോലിതാ, ഈ ഇന്ത്യയിൽ കായ് കുറെ മേടിച്ച് തിന്നാണല്ലോ. ഇനിയിപ്പൊ ഈ 50 ഉറുപ്പ്യം കൂടി ഇതും കൂടി എടുത്തോ. പക്ഷെ ഇതിന്റെ വീട് വരെ ഒന്ന് വരണം. എവിടെ വേണമെങ്കിലും വരാം. എന്തിന്? മുട്ടക്കടയിരിക്കാൻ. മായം